പറഞ്ഞ വാക്ക് അതേപടി പാലിക്കുന്ന അപൂർവം ചിലരെ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് മേയർ വി രാജേഷ്. അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ പട്ടികളെ പിടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പട്ടികളെ പിടിച്ചു കാണിച്ചു കൊടുത്തു. ഇലക്ട്രിക് ബസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മറ്റേ BJPയുടെ ഓഫീസിൽ കൊണ്ടിടും. അവരോടും കൊണ്ടിട്ടില്ല. ഇലക്ട്രിക് ബസ് ഇപ്പം തലസ്ഥാനത്ത് ഓടി തുടങ്ങി. അടുത്ത സ്പായുടെ കാര്യത്തിൽ തിരുവല്ലയിൽ നടന്ന അതിക്രൂരമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് നടക്കുന്ന അനധികൃതമായ സ്പായുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞ് നാക്ക് വായിലിടും മുമ്പേ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ തന്നെ ആദ്യത്തെ പണി കൊടുത്തു എന്നുള്ളതാണ്. സ്പർശൻ വെൽനസ് സ്പാ അവിടെ ഇന്റർവ്യൂവിനെത്തിയ ഒരു പെൺകുട്ടിക്ക് രക്ഷകനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മേയർ. അതായത് തലസ്ഥാനത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിന് തീരുമാനമുണ്ടാക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മേയറുടെ ഒരു നിലപാട്, ഇത് എനിക്ക് തോന്നുന്നു 40 വർഷം CPM ഭരിച്ച തലസ്ഥാനത്ത് ഞങ്ങൾക്കൊക്കെ അതിശയമാണ്. ഞാനൊരു തിരുവനന്തപുരത്തുകാരി എന്ന് പറയുമ്പോൾ ഇപ്പോ ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നുകയാണ്. ആ ധൈര്യമായി ഇങ്ങനെ ഒരു മേയർ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, നമുക്കൊരു പ്രശ്നം വന്നാൽ ചെന്ന് പറയാൻ എന്നുള്ള ധൈര്യം തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടേ? അതെ, വലിയൊരു ദൗത്യമാണ് ഈ പറയുന്ന വി രാജേഷിനെ കിട്ടിയിരിക്കുന്നത്. വി രാജേഷിനെ ഒരുപക്ഷെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഓണം കരുതാൻ. ഒരുപക്ഷെ വി രാജേഷ് അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണം. ആദ്യത്തെ 1, 2, 3 കാര്യങ്ങൾ അതിനുവേണ്ടി സമയമായില്ല നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് അത് യാദർച്ഛമായിട്ട് BJPയുടെ കെയർ ഓഫിലല്ല, രാജഗോപാലിന്റെ കെയർ ഓഫിലും BJPയുടെ കെയർ ഓഫിലും ഒക്കെ വന്നതെന്ന് പറയും. പക്ഷെ BJPക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനും കേരളത്തിൽ സാധ്യത വർദ്ധിപ്പിക്കാനും മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളും പലരും കിടഞ്ഞ് ശ്രമിക്കുമ്പോൾ BJPക്ക് അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ അറിയാം. BJP വന്നാൽ ഇന്ന് സംഭവിക്കും, ഒന്നും നടക്കത്തില്ല, ചുമ്മാതെയാണ്, ഇതൊരു ഗോഷ്ഠിയാണ്, വടക്കേ ഇന്ത്യയിൽ മാത്രം ഉണ്ടാകേണ്ടതാണ്, ഇവിടെ ഇതിന്റെ കാര്യമില്ല എന്നുള്ളതൊക്കെ പറയുമ്പം BJP എങ്ങനെ ആകണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് എന്ന് കാണിക്കാൻ ഒരു അവസരമാണ് തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെയല്ല. ഞാൻ നേരത്തെ നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരത്തിൽ BJP വരുമോ വരത്തില്ലയോ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ വന്നപ്പോൾ BJP വന്നാൽ തിരുവനന്തപുരം UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അവർക്ക് അവരുടെ ഭാഗമല്ല നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഇപ്പം UDF ഭരിക്കുകയാണ്, UDFിൻ്റെ ഭാഗമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. LDF ഭരിക്കുക, LDFിൻ്റെ ഭാഗമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടാണ്. തലസ്ഥാനത്തെ കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചാൻസാണ്. ചാൻസ് എന്ന് പറഞ്ഞാൽ BJPക്ക് തലസ്ഥാനത്തെ കോർപ്പറേഷൻ വളരെ കാലം മുമ്പേ കിട്ടാമായിരുന്നല്ലോ. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് ഇരുന്നിരുന്ന CPMന്റെ ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നു. അപ്പം ഈ 40 കൊല്ലം ഇരുന്ന CPMനപ്പുറം ഈ കോർപ്പറേഷനിൽ പലതും ചെയ്ത് കാണിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് അവിടെ പോകും. മാത്രമല്ല BJP എന്താണെന്ന് ഷോക്കേസ് ചെയ്യാൻ, അതായത് കോർപ്പറേഷൻ മതി ഷോക്കേസ് ചെയ്യാൻ, ഈ കോർപ്പറേഷൻ മതി. BJPക്ക് വികസനം കൊണ്ടുവരാൻ അറിയാം, പുരോഗതി ഉണ്ടാക്കാൻ അറിയാം, ജനങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് ഇടപെടാൻ അറിയാം, BJPയെ ഏൽപ്പിച്ചാൽ അത്തരത്തിൽ കൊണ്ടുപോകാൻ അറിയാം എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് തിരുവനന്തപുരം. അതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടാൽ മതി. ഇപ്പൊ തന്നെ ഈ 1-2 ഇടപെടി, 1 ബസിന്റെ കാര്യം പറഞ്ഞു, 2 തെരുവ് നായ്ക്കളുടെ കാര്യം പറഞ്ഞു, 3 ഇപ്പം ഏറ്റവും അവസാനം വന്നപ്പോൾ ഈ സ്പായുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് നിസ്സാര വിഷയമല്ല. കേരളത്തിലുടനീളം നമ്മൾ പറയാതിരിക്കാൻ നിവർത്തിൽ ഈ സ്പാ അല്ലെങ്കിൽ തിരുമ്മൽ കേന്ദ്രങ്ങളുടെ മറവിൽ അനാശ്വാസ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് നേരെ ചൊവ്വേ നടക്കുന്നത് എത്രയുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല, അവരെ അല്ല പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്നതും ഇത്തരത്തിലുള്ള. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ തിരുവല്ലയിലുള്ള സംഭവം, ഇത് മറച്ചു പിടിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചെന്ന് 10,000 രൂപ വേണം കേട്ടോ എന്ന് പറഞ്ഞൊരു ഗുണ്ട എന്ന് കൊടുത്ത് എടുത്തു കൊടുക്കും. കാരണം ഇവിടെ നടക്കുന്ന പണി വേറെ പണിയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് മുതലാക്കുന്നതിന് വേണ്ടി ഗുണ്ട എടുക്കുന്നത്. ഇതേപോലെ തന്നെ അവിടെ ഇന്റർവ്യൂവിന് ഇതൊന്നും അറിയാതെ മാന്യമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ചെല്ലും. എന്നിടത്ത് ഇവർ കൊടുക്കുന്നത് എങ്ങനെ, ഇതുപോലെ ബ്യൂട്ടി പാർലറാണ്, സ്പായാണ്, ഇവിടെ ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഇത്ര വയസ്സിന് അകത്തുള്ള പെൺകുട്ടികളെ ആവശ്യമുണ്ട്. നമുക്ക് ഇതുപോലെ കാര്യവിവരം അറിയാവുന്ന സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണല്ലോ. അല്ലെങ്കിൽ ഇതുപോലെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ മറവിൽ പല കാര്യങ്ങളും നടക്കുന്നു. അറിയാൻ വയ്യാത്ത പെൺകുട്ടികൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഈ പണിക്ക് ഉതകുന്നതായിട്ടുള്ള ആളാണോ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പം അതിന്റെ നാടൻ ഭാഷ ഞാൻ പറയുന്നില്ല, അവിടെ നടക്കുന്ന പണിക്ക് ഇതിന് ആൾക്കാരെ നിയോഗിക്കണമെങ്കിൽ നമ്മൾ പറയത്തില്ല നാടൻ ഭാഷ കൂട്ടിക്കൊടുപ്പെന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഉതകുന്ന മാനസികാവസ്ഥ ഉള്ളവർ വേണമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ആളാണെന്ന് ചോദിക്കും. അപ്പൊ ആ രീതിയിലുള്ള ആളാവണമെങ്കിൽ ഇതിനോട് താല്പര്യവും ആ രീതിയിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ആളായിരിക്കും. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ മോശമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ, അത് ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അതിറങ്ങി മേയർ എന്ന് പറയുന്ന ആളിനെ, സാധാരണ തിരുവനന്തപുരത്തെ മേയറിനെ അങ്ങനെ വല്ലതും വിളിക്കാൻ ഒക്കൂ? നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതില്ലേ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ റോഡിൽ കൂടെ
വാഗണറിലിരിക്കുന്ന ആര്യാരായന്ദനെ KSRTC ഇരിക്കുന്ന ഡ്രൈവർ കാണണമെന്ന് വിചാരിക്കുന്ന മാനസികാവസ്ഥയുള്ള മേയറായിരുന്നു അവിടെ. കാരണം അത്രയ്ക്ക് തലയ്ക്കാത്ത ആൾ താമസമോ. മേയറിന്റെ വണ്ടിയെ പോകാന്നെങ്കിൽ അറിയാം, നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും മേയറിന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ദൂരെന്ന് വരുന്നവർക്കറിയാം മേയറാണ്. ഒരു പ്രൈവറ്റ് വെഹിക്കിൾ നിങ്ങൾ ആലോചിച്ചോണം, സാമാന്യ എന്തെങ്കിലും ബുദ്ധിയുണ്ടോ? വാഗണറാണ് വണ്ടി. ഈ വാഗണറിന്റെ പുറയിലാണോ ഫ്രണ്ടിലാണോ ആര്യാരായന്ദൻ ഇരിക്കുകയാണ്. KSRTC ഡ്രൈവർക്ക് ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ആളിനെ, അതും പുറകിൽ നിൽക്കുന്ന വണ്ടിക്കകത്ത് ഇരിക്കുന്ന ആളിനെ കാണാൻ പറ്റുമോ? അപ്പം അതിനകത്ത് ആ മേയർ ഇങ്ങനെ ഇരിക്കുക, ഞാൻ മേയറാണ്, ലോകത്തിൽ എന്നെ കവിഞ്ഞ ആരുമില്ല പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ മേയറുള്ള സ്ഥാനത്താണ് ഒരു ഫോൺ എടുത്ത് വെച്ച് വിളിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പരാതി കേൾക്കുമ്പോൾ ആ പരാതി കേട്ടിട്ട് അതേ അവസരത്തിൽ അതിനർഹമായ രീതിയിൽ ഇടപെട്ട് അതിന് നടപടി എടുക്കുന്ന ഒരവസ്ഥ. ഇത് തന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾ നരേന്ദ്രമോദിക്ക് ഒരു പരാതി കൊടുത്തു നോക്കൂ. എനിക്കറിയാം, കടമനാട്ടുള്ള പുഷ്പാങ്കർ എന്ന് പറയുന്ന മണ്ണടി പുഷ്പാങ്കർ, പുള്ളി ഒരു പൊതുപ്രവർത്തകൻ, പുള്ളി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പുള്ളിക്ക് ഇതൊന്നും ആരും വിശ്വാസമില്ല. അവസാനം പുള്ളി 2-3 പരാതി നരേന്ദ്രമോദിക്ക് അയച്ചു. നരേന്ദ്രമോദി ആ പരാതി നരേന്ദ്രമോദിയുടെ ഓഫീസ് സ്വീകരിച്ചു. ആ പരാതിക്ക് പരിഹാരമുണ്ടായി, പരാതി പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് തിരിച്ച് കത്തും. ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നിസ്സാര പഞ്ചായത്ത് മെമ്പറാണോ? അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ? ഈ 3 കോടി ജനമുള്ള, അല്ലെ വേറെ ഇന്ത്യ 140 കോടി ജനത്തിന്റെ പ്രതിനിധി, ലോകത്തെ കാര്യങ്ങൾ മൊത്തം ഏറ്റെടുത്ത് ജിയോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ, ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ വില്ലേജ് ഓഫീസിൽ ഒരു വിഷയം വന്നൊരുത്തം കത്തയച്ചാൽ അത് പരിഹരിക്കാൻ ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിന് സാധിക്കും. തീരുമാനിക്കണം, പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാശ് കൊണ്ടുപോകാനും ഷൈൻ ചെയ്യാനും ചുമന്ന നമ്മുടെ ബോർഡിനകത്ത് വെള്ള അക്ഷരത്തിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കാനും ഈ ജനമേൽപ്പിക്കുന്ന ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ജനം കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ സ്വന്തം താല്പര്യത്തിനും വീടിൻ്റെ താല്പര്യത്തിനും വേണ്ടി ഉപയോഗിച്ചാൽ അത് നടക്കത്തില്ല. അല്ലാതെ ജനപ്രതിനിധികൾ ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോലും ഇങ്ങനെ പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാൽ കേരളം മൊത്തം പിടിക്കാമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുള്ള കാര്യം അതേ അർത്ഥത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോയ 2 കാര്യം. തിരുവനന്തപുരം ഏറ്റവും സാധ്യതയുള്ളൊരു സ്ഥലമാണ് BJP. മേയറായിട്ട് VV രാജേഷ് അവിടെ ചെയ്താൽ അവിടെ ഇരുന്ന മേയർമാർ പലരും BJPയുടെ അല്ലെങ്കിലും പിന്നെ MP മാരായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് ശിവൻകുട്ടി അറിയാം, മേയറായിരുന്നു. ഇപ്പോഴത്തെ പ്രശാന്തിനെ അറിയാം, മേയറായിരുന്നു. മേയറൂട്ടിയുടെ കാര്യം എനിക്കറിയത്തില്ല. അത് പാർട്ടി ഇനി അബദ്ധ തീരുമാനം എടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ശിവൻകുട്ടിയും VK പ്രശാന്തും രാജേഷിനോളം വരൂല എങ്കിലും അവര് അത്യാവശ്യം കുഴപ്പമില്ല. ശിവൻകുട്ടി നല്ല മേയറായിരുന്നു. ഞങ്ങളുടെ നേമം ഭാഗത്തൊക്കെ അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നല്ല പിന്നെ സ്വാധീനമുള്ള ആളാണ് ഈ ശിവൻകുട്ടി. മറ്റേയാളും VK പ്രശാന്ത് മേയർ ബ്രോ എന്നൊക്കെ പാർട്ടി CPM ആയിട്ടല്ലേ ആൾക്കാർ കണ്ടത്. അയാൾ അങ്ങനെയല്ല ഇടപെട്ടത്. അതുകൊണ്ടാണ് അയാൾക്ക് ഇമേജ് അവിടെ വന്നതും അയാൾ അവിടെ ജയിക്കാൻ കാര്യമായിട്ട് വന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പം അത് ഞാൻ പറഞ്ഞ VV രാജേഷിന് നല്ലൊരു ഇത് കിട്ടിയ BJPക്കകത്ത് വലിയൊരു പോസ്റ്റിലേക്ക് വരും. അദ്ദേഹത്തിനകത്ത് BJPക്കകത്ത് ജനകീയനായിട്ടുള്ള ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള ആണ് ഒരു അവസരമായിട്ടേക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന മേയർന്ന്. അപ്പം അവിടുന്ന് അയാൾക്ക് ഒരു വലിയ ഇമേജിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഇമേജിനൊപ്പം അദ്ദേഹം പാർട്ടിയുടെ ഇമേജ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. കാരണം തിരുവനന്തപുരത്ത് ഏറ്റവും സാധ്യതയുള്ള BJPക്ക് ഇദ്ദേഹം വിചാരിച്ചാൽ തിരുവനന്തപുരത്ത് BJPക്ക് പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. അവിടെ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചില്ല എന്നുള്ളിടത്ത് ജനത്തിന് ആ തർക്കം മാറി BJP ജയിച്ചാൽ മതി എന്നുള്ള തീരുമാനമെടുക്കും. കേരളത്തിലുടനീളം BJPക്ക് വേരോട്ടം ഉണ്ടാക്കാൻ VV രാജേഷിൻ്റെ പ്രവർത്തനം, തിരുവനന്തപുരത്തെ മേയർ എന്നുള്ള പ്രവർത്തനം പാർട്ടി ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് VV രാജേഷിന് കഴിയും എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്നത്.